അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ചാരവൃത്തി സംബന്ധിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ്ജ് കോൾബി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും സൈനിക ഭരണ തലപ്പത്തിലുള്ള പ്രമുഖരും ഇസ്രയേലിന്റെ കർശന നിരീക്ഷണ വലയത്തിലാണ് എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാനുമായിട്ട് US നടത്തുന്ന സമാധാന ചർച്ചകളുടെയും കരാറുകളുടെയും അന്തർധാരകൾ ചോർത്തിയെടുക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. എന്തായാലും പെന്റഗൺ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സാധാരണ ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഏറ്റവും സ്നേഹിതനായ ട്രംപിനെ ഇപ്പോൾ ഇസ്രയേൽ ഈ ഒരു പണി കൊടുത്തത് പെന്റഗണിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ അനുകൂലികൾ അമേരിക്കയിൽ ഉണ്ട്. ഇതിനു മുമ്പും ഇസ്രയേൽ മാഫിയ ഇത്തരം ചാരവൃത്തികൾ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അമേരിക്കയെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഭരണ സൈനിക തലപ്പത്തിലുള്ള അതീവ പ്രമുഖരായിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ ഏജൻസികൾ കർശനമായിട്ടുള്ള നിരീക്ഷണ വലയത്തിലാക്കിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന രഹസ്യ അന്വേഷണ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ്, പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ്ജ് കോൾബി എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരെയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ ഇറാനുമായിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ആ ഒരു സമാധാന കരാർ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ സമാധാന കരാർ നശിപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഇസ്രയേൽ ഈ ഒരു നടപടി എടുത്തത് എന്നാണ് പെന്റഗൺ വിശദീകരിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ സ്ഥാനമായിട്ടുള്ള പെന്റഗൺ ഉദ്യോഗസ്ഥരെ പോലും ഇസ്രയേൽ അതീവ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നു എന്ന കണ്ടെത്തൽ US രഹസ്യാന്വേഷണ വിഭാഗത്തിൽ കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. സാധാരണയായി ശത്രു രാജ്യങ്ങളാണ് ഇത്തരം രഹസ്യ നിരീക്ഷണങ്ങൾ നടത്താറുള്ളത് എങ്കിൽ ഇവിടെ തങ്ങളുടെ സഖ്യകക്ഷിയായ അമേരിക്കയ്ക്ക് നേരെയാണ് ഇസ്രയേൽ ഈ ഒരു ചാര പ്രവർത്തനം നടത്തുന്നത്. ഇറാനുമായിട്ട് US നടത്തുന്ന സമാധാന ചർച്ചകളുടെയും കരാറുകളുടെയും അന്തർധാരകൾ മുൻകൂട്ടി ചോർത്തിയെടുക്കുക എന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസ് ആണ് അമേരിക്ക അമ്പരിപ്പിച്ച ഈ ഒരു വൻ ചാരവൃത്തി വാർത്ത ആദ്യമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മൊസാദ് പോലെയുള്ള ലോകോത്തര ചാര സംഘടനകളെ ഉപയോഗിച്ച് ഇസ്രയേൽ ഇതിനു മുമ്പും ഇറാൻ, ഇറാഖ്, പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയെ തന്നെ ലക്ഷ്യമിട്ട് അവർ ഈ നടത്തുന്ന നീക്കം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ഒരു ശത്രുരാജ്യം ഉയർത്തുന്നതിനേക്കാൾ വലിയ ഒരു കൗണ്ടർ ഇന്റലിജൻസ് സുരക്ഷാ ഭീഷണിയാണ് തങ്ങൾക്കുണ്ടാക്കുന്നത് എന്നാണ് പെന്റഗൺ ഇതിനെ വിലയിരുത്തുന്നത്. ഇനി ഈ ഒരു യുദ്ധ വിഷയത്തിൽ ഇസ്രയേലിന് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ട് എന്ന് US വൈസ് പ്രസിഡന്റ് JD വാട്സ് തന്നെ സമ്മതിക്കുന്ന പശ്ചാത്തലവും നിലവിലുണ്ട്. ഈ ഒരു രഹസ്യാന്വേഷണ നീക്കത്തിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മറ്റൊരു ആഭ്യന്തര ഘടകത്തെയാണ്. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇസ്രയേലിനെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നത് ഒരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതായത് ഒരു ഇസ്രയേൽ മാഫിയ എന്നറിയപ്പെടുന്ന ഇത്തരം സംഘങ്ങൾ US പൊതു തെരഞ്ഞെടുപ്പുകളെ പോലും വലിയ തോതിൽ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള വോട്ട് ബാങ്കിങ് ശേഷിയുമുണ്ട് എന്നതാണ്. എന്തായാലും മുൻപ് US പ്രസിഡന്റ് ജോൺ F കെന്നഡിയുടെ മരണത്തിനിടയാക്കിയത് പോലും ഇത്തരം ഇസ്രയേൽ അനുകൂല സംഘങ്ങളാണ് എന്ന തരത്തിലുള്ള ചില തിയറികൾ നിലവിലുണ്ട് എന്നും വീഡിയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ ഇസ്രയേൽ ചാര സംഘടനകൾ നീക്കം നടത്തുമ്പോൾ അതിന് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇസ്രയേൽ അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ രഹസ്യ പിന്തുണ ലഭിക്കുമോ എന്ന വലിയ ആശങ്ക US അധികൃതർക്കുണ്ട്. നിലവിൽ പുറത്തുവന്ന ലിസ്റ്റിലുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, എൽബ്രിഡ്ജ് കോൾബി എന്നിവർക്ക് പുറമെ ട്രംപിന്റെ അടുത്ത ആളായ ജാരഡ് കുഷ്നറുടെ പേരും ഈ ഒരു നിരീക്ഷണ ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ താൻ പലതവണ തള്ളിക്കളഞ്ഞിട്ടുള്ള ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട വാർത്തയായതിനാൽ ട്രംപോ മറ്റ് US അധികൃതരോ ഇതിനോട് ഔദ്യോഗികമായിട്ട് ഇതുവരെ തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ ഒരു യുദ്ധത്തെയും സമാധാന ശ്രമങ്ങളെയും സംബന്ധിച്ച് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ദിക്കുകളിലാണ് സഞ്ചരിക്കുന്നത്. ആദ്യം മുതലേ ഈ ഒരു യുദ്ധത്തിന് സമാധാനം കൊണ്ടുവരാൻ ട്രംപ് ശ്രമിച്ചിരുന്നു. പക്ഷേ പല തവണയായിട്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനെ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇറാനുമായിട്ടുള്ള ആണവായുധ വിഷയങ്ങളിൽ ഉൾപ്പെടെയുള്ള യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഇസ്രയേൽ തയ്യാറല്ല. അവർ ഇപ്പോഴും യുദ്ധം തുടരാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. അതിനായി ഇറാനെ അനുനയിപ്പിക്കാൻ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് US കർശന നിർദ്ദേശം നൽകിയിരുന്നത് എങ്കിലും നിലവിലെ ആക്രമണങ്ങളോട് മേഖലയിലെ സാഹചര്യം കൂടുതൽ വഷളായിരിക്കുകയാണ്. അമേരിക്ക സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഇറാനെ പൂർണ്ണമായി
പൂർണ്ണമായിട്ട് തകർക്കാൻ യുദ്ധം തുടരാനാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇസ്രയേലിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നും ബറൂട്ടിലെ ആക്രമണങ്ങൾ നിർത്താൻ ട്രംപ് നിർദ്ദേശം നൽകിയതായിട്ടും സൂചനയുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു രഹസ്യ അന്വേഷണ റിപ്പോർട്ട് അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും പെന്റഗൺ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപോ മറ്റാരും തന്നെ ഇതിൽ ഒരു ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും ഈ ഇസ്രയേൽ തന്നെ ഇത്തരം ഒരു രീതി ചെയ്യുമ്പോൾ അത് അമേരിക്ക വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അമേരിക്കയ്ക്ക് യുദ്ധം അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരാൻ ഏറെ താല്പര്യമുണ്ട്. പക്ഷേ ഈ യുദ്ധം കൊണ്ടുപോകാനാണ് അല്ലെങ്കിൽ യുദ്ധം വീണ്ടും തുടരാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ചാരവൃത്തി പ്രവൃത്തി എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. എന്തായാലും ഗൾഫ് മേഖല ഇപ്പോൾ വലിയ രീതിയിലുള്ള ജാഗ്രത തുടരുകയാണ്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നടന്നതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് ഗൾഫ് മേഖല ഉള്ളത്. ഈ ഒരു ഇടയിലാണ് സമാധാന കരാർ വീണ്ടും ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ചതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നീക്കം എന്ന് പറയുന്നത് യുദ്ധം ഉടനടി അവസാനിക്കില്ല അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേൽ പറയുന്ന ഒരു കാര്യമാണ്. ഇതിനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും പെന്റഗൺ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായിട്ട് ട്രംപോ മറ്റു വ്യക്തികളോ തന്നെ ഇതിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ ഇതൊരു നിർണായക നീക്കമായി മാറുമെന്നതിൽ സംശയമില്ല.